എല്ലാതരം പാമ്പുകളും അപകടകാരികളാണോ? പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പറയാറ് ചേര പ്രശ്നമില്ല എന്നാണ് പറയാറ്. പക്ഷെ അണലി വ്യാപകമായി നമ്മൾ കാണുന്ന ഒന്നാണ് അണലി. അണലി ചെറുതാണെങ്കിലും അത് കടിച്ചാൽ ഭയങ്കര മാരക വിഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഈ പല ആളുകളും, പ്രത്യേകിച്ച് ഇപ്പോൾ ബ്ലോഗർമാരുടെ ഒരു കാലമാണ്. ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ തന്നെ എല്ലാ ബ്ലോഗർമാരും പാമ്പ് വിദഗ്ധന്മാരാണ്. അവര് പലതും പറഞ്ഞ് നമ്മൾ ആകെ ഓരോന്ന് കേൾക്കുമ്പോൾ ആകെ അവര് ചെയ്യുന്നത്. യാതൊരു ശാസ്ത്രീയ അടിത്തറയും അതിലുണ്ടായിക്കൊള്ളുന്നില്ല. എന്നാലോ ഇതിനെക്കുറിച്ച് അറിയുന്ന ചില ആളുകൾ ഉണ്ടാവാം. പക്ഷെ നമുക്ക് എല്ലാതരം പാമ്പുകളും, അപ്പോൾ ഏത് പാമ്പാണ് ഏറ്റവും കൂടുതൽ, അത് മാത്രമല്ല പാമ്പുകളിൽ വിഷമുള്ള എല്ലാ വിഷങ്ങളും മനുഷ്യന് അപകടകരമാണ്. പാമ്പുകളിൽ ബേസിക്കലി നമ്മൾ ഇന്ത്യയിൽ ഏകദേശം 350ഓളം ഇനത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 130 പരം ഇനത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്. അതിലൊരു 10 താഴെ ഇനങ്ങൾക്ക് മാത്രമാണ് മനുഷ്യന് അപകടകരമായിട്ടുള്ള വിഷമുള്ളത്. ഇന്ത്യയിൽ തന്നെ കണ്ടുവരുന്ന പാമ്പുകളിൽ ഏകദേശം 60ഓളം പാമ്പുകൾക്കാണ് ചെറിയ രീതിയിലും അല്ലെങ്കിൽ ഉയർന്ന രീതിയിലും വിഷമുള്ളത്. ഹൈലി വെനമസ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ മനുഷ്യന് അപകടകാരികളായിട്ടുള്ള കരയിൽ കാണപ്പെടുന്ന പാമ്പുകൾ നമുക്കൊരു 6 എണ്ണമായിട്ട് പ്രധാനമായും പറയാൻ പറ്റും. അതിൽ ബിഗ് 4 എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട 4 എണ്ണം. ബിഗ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പുകൾ എന്നുള്ള രീതിയിലല്ല, എന്നാൽ ഇന്ത്യയിൽ കൂടുതൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കടിച്ച് മരണങ്ങൾക്ക് കാരണമാകുന്ന പാമ്പുകൾ. ഏറ്റവും കൂടുതൽ കടിയേൽപ്പിച്ച് മരണങ്ങൾ ഉണ്ടാക്കുന്ന പാമ്പ് മൂർഖം പാമ്പാണ്. 2 വെള്ളിക്കെട്ടനാണ്. 3 ചേനത്തണ്ടൻ. 4 സോസ്കൈൽഡ് വൈപ്പർ എന്ന് പറയുന്ന ചുരുട്ടമണ്ഡലി. ഈ 4 പാമ്പുകളെയും കൂടെ ചേർന്നിട്ടാണ് ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. അതിൽ 2 പാമ്പുകൾ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വെനമാണ്. പിന്നെ 2 പാമ്പുകൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്ന, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഹീമോടോക്സിക് വെനമാണ്. മൂർഖനും വെള്ളിക്കെട്ടനും ന്യൂറോടോക്സിക് ആണ്. 2 ഇനത്തിൽപ്പെട്ട അണലികൾ റസൽസ് വൈപ്പറും സോസ്കൈൽഡ് വൈപ്പറും ഹീമോടോക്സിക് ആണ്. ഈ 4 ഇനങ്ങളും കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ 3 ഇനങ്ങൾ, അതായത് മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ, ഈ 3 ഇനങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരക്കെ കാണപ്പെടുന്നവയാണ്. 4ാമത്തെ ഇനം സോസ്കൈൽഡ് വൈപ്പർ എന്ന് പറയുന്നത് കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലെ വരണ്ട പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കമ്പാരിറ്റീവ്ലി വളരെ റെയർ ആയിട്ടുള്ള ഒരു പാമ്പാണ്. ഇതിൽ തന്നെ മൂർഖനും അണലിയും പകൽ സമയങ്ങളിലും ഭാഗികമായിട്ട് രാത്രി സമയങ്ങളിലും ഒക്കെ അവയെ കാണപ്പെടുന്നുണ്ട്. എന്നാൽ വെള്ളിക്കെട്ടൻ പ്രധാനമായിട്ടും പകൽ അങ്ങനെ ആക്ടിവിറ്റി ഇല്ല, രാത്രി സമയങ്ങളിലാണ് ഇവ ആക്റ്റീവ് ആകുന്നത്. ഈ 4 എണ്ണത്തിനെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന മറ്റൊരിനം പാമ്പുണ്ട്. മുഴമൂക്കൻ കുഴിമണ്ഡലി എന്നോ തവിട്ട എന്നോ ചുരുട്ട എന്നോ ഒക്കെ പ്രാദേശികമായിട്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന പാമ്പാണ്. അതും ഈ പച്ചപ്പ് കൂടുതലുള്ള കൃഷിയിടങ്ങളിലൊക്കെയാണ്, അതായത് വെസ്റ്റേൺ ഗാർഡ്സിന്റെ ആ ഒരു വനപ്രദേശത്തോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പാമ്പാണ്. നമ്മൾ ഈ പച്ചിലപ്പാമ്പ് എന്ന് പറയുന്ന നാടൻ ഭാഷയിൽ പറയുന്ന ആ പാമ്പ് ഈ അത് അല്ല, അത് മൈൽഡ്ലി വെനമസ് കാറ്റഗറിയിൽ വരുന്ന പാമ്പാണ്. പച്ചിലപ്പാമ്പ്, പച്ചോലപ്പാമ്പ് എന്നൊക്കെ പറയുന്ന പാമ്പ് അത് മൈൽഡ്ലി വെനമസ് ആണ്. അത് മനുഷ്യന് അപകടകാരിയല്ല. പല്ലിയോ പോലുള്ള ചെറിയ ജീവികളെയൊക്കെ ഒന്ന് മയക്കാൻ വേണ്ടി വിഷം മാത്രമേ അതിനുള്ളൂ. ഇനി ഈ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറിനെ കൂടാതെ പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, രാജവെമ്പാല ഏറ്റവും വലിയ വിഷപ്പാമ്പാണ്. അപ്പൊ അതും ഉഗ്രവിഷമുള്ള കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഉൾവനങ്ങളാണ്. അത് വനാന്തരങ്ങളിൽ കഴിഞ്ഞുകൂടാൻ ഇഷ്ടപ്പെടുന്ന പാമ്പാണ്. അത് അപൂർവമായിട്ട് ഇണചേരലിനും മറ്റും വേണ്ടിയിട്ട് ഇങ്ങനെ കൂടുതൽ സഞ്ചരിക്കുന്ന സമയത്ത്, ഇണചേരൽ കാലത്തും പാമ്പുകൾ ഇങ്ങനെ കൂടുതലായിട്ട് പുറത്തിറങ്ങി സഞ്ചരിക്കും. അതായത് പെൺപാമ്പുകൾ ആൺപാമ്പുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറോമോൺസ് എന്ന് പറയുന്ന ഒരുതരം കെമിക്കൽ പദാർത്ഥങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കും. അപ്പൊ അത് ചിലപ്പോൾ പല കിലോമീറ്ററുകൾ ദൂരെ നിന്നായിരിക്കും, 5-10 കിലോമീറ്റർ ദൂരെ നിന്നായിരിക്കും ആൺപാമ്പിന് ഇതിന്റെ ഒരു സാന്നിധ്യം മനസ്സിലാവുകയും പെൺപാമ്പിനെ അന്വേഷിച്ച് ഇതിങ്ങനെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെ ആൾതാമസമുള്ള സ്ഥലങ്ങൾ ക്രോസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെയാണ് കൂടുതലും രാജവെമ്പാല ജനവാസ മേഖലകളിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇരജീവിയെ പിടിക്കാൻ വേണ്ടി ഇപ്പം കൃഷിയിടങ്ങളിലൊക്കെ ചേര ധാരാളമുണ്ട്, മൂർഖം പാമ്പുണ്ട്. ചേരയും മൂർഖം പാമ്പും ഒക്കെ രാജവെമ്പാലയുടെ ഇഷ്ടപ്പെട്ട ആഹാരമാണ്. അതിനെ അന്വേഷിച്ചും വന്നുപെടാം. അത് അപൂർവമായിട്ടേ ഉള്ളൂ. കൂടുതലും അത് ഉൾവനങ്ങളിൽ മാത്രം കാണപ്പെടുന്നതുകൊണ്ടും ഇത്രയും വലിയ ശരീരം ഉള്ളതുകൊണ്ടും ഈ പാമ്പ് കടി ഏൽക്കുന്നത് കൂടുതലും പാമ്പ് കിടക്കുന്നത് കാണാതെ അതിന്റെ തൊട്ടടുത്തേക്ക് പോവുകയും അന്നേരം പാമ്പ് കടിക്കുകയും ചെയ്യുന്നതാണ്. ഒരിക്കലും പാമ്പ് ഇങ്ങോട്ട് വന്ന് സാധാരണ ആൾക്കാരെ കടിക്കാറില്ല, ഉപദ്രവിക്കാറില്ല.
അപ്പൊ അങ്ങനെ ഒരു സാധ്യത രാജഗോപാലയെ സംബന്ധിച്ചില്ല. കാരണം അടുത്തൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉയരത്തിന് ഒപ്പം തന്നെ പൊങ്ങി നിൽക്കാനുള്ള ഏകദേശം ഒരു 5 അടി 6 അടി വരെ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു കഴിവുള്ള പാമ്പാണ് രാജഗോപാല. ഇത്രയും നീളം ഉള്ളതുകൊണ്ട് അത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാണാതെ തൊട്ടടുത്ത് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ രാജഗോപാല ഒരു പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥിരമായിട്ട് അവിടെ വരുന്നതല്ലാത്ത ഏതെങ്കിലും ജീവി ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാക്കക്കൂട്ടം ഇങ്ങനെ കരയുകയും പട്ടികൾ ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ പ്രകൃത്യാ തന്നെ സൂചനകൾ കിട്ടും. അപ്പൊ നോക്കുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ കുരങ്ങ് കാടിറങ്ങി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാക്കക്കൂട്ടങ്ങളും പട്ടിയും ഒക്കെ നമുക്ക് സൂചനകൾ തരാറുണ്ട്. അത്തരത്തിൽ രാജഗോപാലയും ഇത്രയും വലിയൊരു പാമ്പഴഞ്ഞു വരുന്നത് കാണുമ്പോഴേക്കും പക്ഷികളും മറ്റ് ജന്തുക്കളും ഒക്കെ നമുക്ക് സൂചനകൾ തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജഗോപാലയുടെ കടിയേൽക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ 3 ഷുവർ കേസസ് ആണ് രാജഗോപാലയുടെ കടിയേറ്റ് മരിച്ചത്. ഈ 3ഉം പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരായിരുന്നു. അതിനെ പിടികൂടുന്നതിനിടയ്ക്കാണ് കടിയേറ്റത്. ഒന്ന് കേരളത്തിലാണ്, നമ്മുടെ തിരുവനന്തപുരം സൂവിൽ സൂ കീപ്പറായിരുന്ന ഹർഷദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ രാജഗോപാലയുടെ കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കയറിയപ്പോൾ പാമ്പിന്റെ കടിയേറ്റ് മരിച്ച് കൂടിനകത്ത് മരണപ്പെട്ട് കിടന്ന അവസ്ഥയിലാണ് കണ്ടെത്തിയത്.